നമസ്തേ. ഡിസംബർ 17 നമ്മുടെ അരികിലേക്ക് എത്തുകയാണ്. എന്താണ് ഈ ഡിസംബർ 17ന്റെ പ്രത്യേകത? കുചേല ദിനം. ആരാണ് കുചേലൻ എന്ന് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല. നമ്മൾക്ക് ഏവർക്കും പരിചിതനാണ് കുചേലൻ അല്ലെങ്കിൽ സുധാമാവ്. ഭഗവാന്റെ പ്രിയങ്കരനായ ഭക്തൻ, ഭഗവാന്റെ സതീർത്ഥ്യൻ, ഭഗവാൻ തന്റെ തൃക്കരങ്ങളാൽ പൂജിച്ചിട്ടുള്ള അസുലഭകരമായ വ്യക്തിത്വത്തിന്റെ ഉടമ, ഭഗവാന്റെ ആദരവ് ഏറ്റുവാങ്ങിയ അതുല്യ പ്രതിഭ ഇത്യാദി വിശേഷണങ്ങൾ അനവധിയാണ്. നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സുധാമാവ്. കുചേലൻ എന്ന പദം ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ദാരിദ്ര്യത്തിന്റെ മൂർത്തിമത് ഭാവമായ ഒരു രൂപമായിരിക്കും. 10 പൈസ കയ്യിലെടുക്കാനില്ലാതെ, ഒരു നേരത്തെ അന്നം കഴിക്കാനില്ലാതെ എല്ലും തോലുമായി നിൽക്കുന്ന ഒരു ഘോരമായിരിക്കും നമ്മുടെ മുമ്പിൽ തെളിയുന്നത്. അതുമല്ല എങ്കിൽ സപ്താഹിൽ നിങ്ങൾക്ക് വേഷപ്രച്ഛന്നരായി എത്തുന്ന അഭിനേതാക്കളായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് സുധാമാവിന്റെ രൂപത്തിൽ എത്തുന്നത്. എന്തായാലും നമ്മൾ അന്നേ ഒന്ന് ഉറപ്പിച്ചു, നമ്മളും കുചേലനുമായി ഒരു ബന്ധവുമില്ല. ഇത് ഭാഗവതത്തിലെ ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ സപ്താഹിജ്ഞങ്ങളിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു കഥാപാത്രമാണ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു. ആരാണ് കുചേലൻ എന്ന് നമ്മളൊന്ന് അറിയുവാനേ ശ്രമിച്ചില്ല. എന്താണ് കുചേലത്വം എന്ന് ചിന്തിച്ചതേ ഇല്ല. ഞാനും കുചേലനുമായി ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ആ ധാരണ വന്നു? കുചേലനെ അറിയാത്തതിനാൽ. അപ്പൊ ആരാണ് കുചേലൻ? എന്താണ് കുചേലത്വം? ഏതിൻ്റെയെങ്കിലുമൊക്കെ കുറവുകൾ, ന്യൂനതകൾ, അഭാവങ്ങൾ നേരിടുന്നവനാരോ, അനുഭവിക്കുന്നവനാരോ, സങ്കടങ്ങൾ ഭുജിക്കുന്നവനാരോ അവനാണ് കുചേലൻ എന്ന് പറയപ്പെടുന്നു. അതുമല്ല എങ്കിൽ കൃത്യമായി പറഞ്ഞാൽ, ആധ്യാത്മികമായി പറഞ്ഞാൽ, ഏതൊരുത്തനിലാണോ പരിപൂർണമായ ഈശ്വര കടാക്ഷം ലഭിക്കാതിരിക്കുന്നത് അവൻ കുചേലനാണ്. ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ, ഏതൊരുവനിലാണോ പരിപൂർണമായ ഈശ്വര കടാക്ഷം ലഭിക്കുന്നത് അവൻ തന്റെ കുചേലത്വത്തെ ഉപേക്ഷിച്ച് കുബേരത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അതോടുകൂടി അവൻ ജനന മരണങ്ങളെ മറികടക്കുന്നു, പരിപൂർണമായ മോക്ഷപദപ്രാപ്തി കരഗതമാക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ, നമ്മൾ ഏവരും കുചേലന്മാരല്ലേ? അതെങ്ങനെയാ ശരിയാവുന്നത്? എന്റെ പേരിൽ ബാങ്കിൽ 2 കോടിയുണ്ട്, മുറ്റത്ത് 4 കാറ് കിടക്കുന്നു, പിന്നെ ഞാനെങ്ങനെ കുചേലനാകും? താൻ തന്നെ പണി നോക്കണോ എന്ന് പറയുന്ന പലരും ഉണ്ടാകും. ഈ സമ്പത്ത് എന്ന് പറയുന്നത് അഷ്ട ഐശ്വര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. സമ്പത്ത് ആവോളം ഉണ്ടായിട്ടും മരണകാലത്ത് ഒരിറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചുപോയവരില്ലേ? ബാങ്കിൽ കോടികൾ ഉണ്ടായിട്ടും തളർന്ന കട്ടിലിനെ ശരണമായി പ്രാപിച്ചുകൊണ്ട്, പുത്രധാരാദികൾ ഉണ്ടായിട്ടും ബന്ധുമിത്രാദികൾ ഉണ്ടായിട്ടും ബാങ്കിൽ കോടികൾ ഉണ്ടായിട്ടും ഒരു നേരത്തെ അന്നം പോലും കഴിക്കുവാൻ ഭാഗ്യമില്ലാതെ കിടക്കുന്ന എത്രയോ വ്യക്തിത്വങ്ങൾ നമ്മുടെ പരിസരത്ത് തന്നെ കാണുവാൻ കഴിയും. അപ്പോൾ സമ്പത്ത് ലഭിച്ചത് കൊണ്ടെല്ലാം നേടിയെന്ന് തെറ്റിദ്ധരിക്കുവാൻ പാടില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ കുചേലൻ എന്ന് പറയുന്നത് ദരിദ്രരാണ്. പക്ഷേ ദാരിദ്ര്യം എന്നത് 8 സൗഭാഗ്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. ചില മനുഷ്യർക്ക് സമ്പത്ത് കാണും, പക്ഷെ സന്തതി ഭാഗ്യം ഉണ്ടാവില്ല. ചിലർക്ക് സന്തതിയും സമ്പത്തും കാണും, പക്ഷേ ഭവന ഭാഗ്യം ഉണ്ടാകില്ല. ചിലർക്ക് സമ്പത്തും സന്തതിയും ഭവനവും കാണും, മാനസമാധാനം ഉണ്ടാകില്ല. ഇനി ഇതൊക്കെ ഉണ്ടാകിൽ തന്നെ ശരീരസുഖം ഉണ്ടാകില്ല. ഇങ്ങനെ ഐശ്വര്യങ്ങൾ 8 എണ്ണമാണ്. ഈ അഷ്ടൈശ്വര്യങ്ങൾ പൂർണ്ണമായി പ്രകടമാകുന്നത് ഭഗവാനിൽ മാത്രമാണ്. നമ്മൾക്ക് ഏവർക്കും ഏതിൻ്റെയെങ്കിലും ഒക്കെ കുറവുണ്ടാകും. അത് അംബാനിക്കാണെങ്കിലും അദാനിക്കാണെങ്കിലും എത്ര ഏഴക്കാണെങ്കിലും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുചേലന്മാര് തന്നെയാണ്. ഭക്തവത്സരനായ ഭഗവാൻ തന്റെ തൃക്കരങ്ങളാൽ സുധാമാവിനെ ഊട്ടി, സ്നേഹസ്വരൂപനായ ഭഗവാൻ തന്റെ തൃക്കരങ്ങളാൽ സുധാമാവിനെ പൂജിച്ചു. എത്ര മഹാഭാഗ്യം! ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമുള്ള മഹാസൗഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് സുധാമാവ്. എങ്കിൽ സുധാമാവിനെ സൗഭാഗ്യം ലഭിച്ച് സുധാമാവിന്റെ മാത്രം എടുക്കുകൊണ്ടാണോ, കഴിവുകൊണ്ടാണോ? അല്ല എന്ന് നിസ്സംശയം പറയാം. സുധാമാവ് ഈ തലത്തിൽ ഭഗവാന്റെ തൃക്കരങ്ങളാലുള്ള സ്നേഹ ആശ്ലേഷത്തിന് പാത്രീഭൂതനായെങ്കിൽ, അവിടുത്തെ പരിപൂർണമായ അനുഗ്രഹത്തെ കരഗതമാക്കുവാനുള്ള യോഗ്യത നേടിയെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അതിന് നിമിത്തമായവരിൽ അഗ്രഗണ്യമായ സ്ഥാനമാണ് സുധാമാവിന്റെ ധർമ്മപത്നിക്കുള്ളത്. ആ ഉത്തമയായ കുടുംബിനി യുക്തിപൂർവവും വിവേകപൂർവവുമായ സമീപനം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഭഗവാന്റെ അരികിലേക്ക് സുധാമാവ് എത്തുകയേയില്ല. ഭഗവാന്റെ സഹപാഠിയായി മാത്രമേ സുധാമാവ് അറിയപ്പെടുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സുധാമാവ് വീണ്ടും ഭഗവാനെ ദർശിക്കുവാൻ കാരണക്കാരിയാവുകയും ഭഗവാന്റെ അനുഗ്രഹം കരഗതമാക്കുവാനുള്ള തലത്തിലേക്ക് സുധാമാവിനെ യാത്രയാക്കിയതും ആ തലത്തിലേക്ക് എത്തിച്ചതും നിസ്സംശയം പറയാം ആ അമ്മയുടെ പരിപൂർണമായ സമർപ്പണമാണ്, ക്ഷമയാണ്, സഹനമാണ്. എന്താണ് ഇതിലൂടെ ഭാഗവതം നമ്മൾക്ക് നൽകുന്ന മാതൃക? ഭർത്താവ് അലസനാണെങ്കിൽ, കർമ്മോത്സുകനായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, വിയർപ്പിന്റെ അസുഖമുണ്ട്, മടിയനാണ്, തൊഴിൽ ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പല പല അടവുകളും പയറ്റുമ്പോൾ, പരുഷവാക്കുകളെ പറയാതെ, ആയുധത്തെ ആശ്രയിക്കാതെ,
സമയുക്തതയോടും പക്വതയോടും കൂടി പ്രവർത്തിച്ചാൽ എത്ര മടിയനെയും എത്ര അലസനെയും കർമ്മോത്സുകനാക്കി മാറ്റാം, എത്ര ദുരഭിമാനിയെയും അഭിമാനകരമായ തലത്തിലേക്ക് ഉയർത്താൻ കഴിയും എന്ന് ഉത്തമ പത്നിയുടെ പ്രതീകമായ ക്ഷുക്ഷാമ അല്ലെങ്കിൽ സുമംഗല നമ്മൾക്ക് കാട്ടിത്തരുന്നു. ക്ഷുക്ഷാമ എന്ന ആ പദത്തിന്റെ അർത്ഥം ക്ഷുത്തിനെ സധൈര്യം മറികടക്കുവാൻ, വിശപ്പിനെ മറികടക്കുവാൻ മനക്കരുത്ത് നേടിയവൾ ആരും അവൾ. അതോടൊപ്പം തന്നെ ക്ഷുത്തിനാൽ വിശപ്പിനാൽ കൃശഗാത്രയായി മാറിയവൾ ഇത്യാദി അർത്ഥങ്ങൾ അനവധിയാണെന്ന് ആചാര്യമത്തുക്കൾ ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഒന്ന് ഉത്തമമായ ബോധ്യത്തോടു കൂടി പറയാം, തന്റെ പതിയെ പരിപൂർണമായി മനസ്സിലാക്കിയ, പതിയുടെ തലത്തെ കൃത്യമാക്കി മനസ്സിലാക്കിയ ഏറ്റവും ഉത്തമയായ ധർമ്മപത്നിമാരിൽ അഗ്രഗണ്യമായ സ്ഥാനമാണ് സുമംഗലയ്ക്കുള്ളത്, അല്ലെങ്കിൽ ക്ഷുക്ഷാമയ്ക്കുള്ളത്. തങ്ങൾ ജന്മം കൊടുത്ത സന്തതികൾ അളവിലേറെ ഉണ്ട്. എന്നാൽ തങ്ങളുടെ സന്തതികൾക്ക് ഒരു ദിനം ഒരു നേരം പോലും അന്നം കൊടുക്കുവാൻ ബുദ്ധിമുട്ടുമ്പോൾ തന്റെ സന്തതികൾ വിശപ്പ് മൂലം മരിക്കപ്പെട്ടാൽ അത് മഹാപാപത്തിന് കാരണമാകും, നാട്ടുകാരുടെ പരിഹാസ ശരങ്ങൾക്ക് കാരണമായി മാറും. അതുകൊണ്ട് ഈ മഹാവിപത്തിനെ എങ്ങനെ മറികടക്കണമെന്ന് പലവരും ചിന്തിക്കുകയും പരിഹാരം തേടുകയും ചെയ്തു. അപ്പോഴൊക്കെ സുധാമാവ് ഓരോരോ തടസ്സവാദങ്ങൾ പറഞ്ഞ് ഞാനെന്ത് ചെയ്യുവാനാ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് അമ്മ അറ്റകൈ പ്രയോഗമായി പറയുന്നു, സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ മാധവൻ രാജാവായി ദ്വാരകയിൽ വസിക്കുന്നു. അദ്ദേഹത്തെ ചെന്ന് കണ്ടവർക്കൊക്കെ അഷ്ട ഐശ്വര്യവും ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങേ ഒന്ന് പോകണം, അങ്ങയുടെ സതീർത്ഥനല്ലേ എന്ന് പറയുമ്പോ ഭഗവാനെ കാണണമെങ്കിൽ തിരുമുൽക്കാഴ്ച വേണം. തിരുമുൽക്കാഴ്ചയില്ലാതെ ഞാൻ എങ്ങനെ പോകുമെന്ന് ചോദിക്കുന്നു. ആര്? ആ കുടുംബത്തിന്റെ ഗൃഹനാഥൻ. ഇദ്ദേഹത്തിന് അറിയാം ഈ വീട്ടിൽ ഒരു മണി അരി പോലും ഇല്ല. കാരണം ഒരു കുടുംബത്തിൽ ധനത്തെ എത്തിക്കേണ്ടത് ഗൃഹനാഥന്റെ ധർമ്മമാണ്. തന്റെ സന്തതികളെയും ധർമ്മദാനത്തെയും പരിപാലിക്കുക എന്നതാണ് ഒരു ഗൃഹനാഥന്റെ ആത്യന്തികമായ ധർമ്മം, കടമ. അത് ചെയ്യാതെ സന്തതികൾക്ക് ജന്മം കൊടുക്കുന്ന കൊണ്ട് ആരും പിതാവും ആരും മാതാവുമാകുന്നില്ല. സന്തതികൾക്ക് ജന്മം കൊടുക്കുകയും അവർക്ക് കൃത്യമായ അന്നവും വസ്ത്രവും ഭൗതിക സാഹചര്യവും ഒരുക്കി കൊടുക്കുകയും നല്ല ധർമ്മബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് സമൂഹത്തിന് ഗുണപ്രദമായ രീതിയിൽ സംഭാവന ചെയ്യുന്നവനെ വിളിക്കുന്ന പേരാണ് പിതാവ്. അതുപോലെ തന്നെ തന്റെ സന്തതി തന്റെ കാലിൽ നിൽക്കാൻ കഴിയുന്നതുവരെ ആവശ്യമുള്ള അന്നവും വസ്ത്രവും ഭൗതിക സാഹചര്യവും ഒഴിവാക്കി കൊടുത്ത് സദ്ബുദ്ധി ഉപദേശിച്ച് സമൂഹത്തിന് ഗുണപ്രദമായ തലത്തിലേക്ക് എത്തിക്കുവാൻ സംഭാവന ചെയ്യുന്ന അമ്മയെ വിളിക്കുന്ന പേരാണ് മാതാവ് എന്ന്. റേഷൻ കാർഡിലോ ആധാർ കാർഡിലോ മാതാവെന്നോ പിതാവെന്നോ രേഖപ്പെടുത്തിയത് കൊണ്ട് ആരും ആരുടെയും മാതാവും പിതാവുമാകുന്നില്ല, പുത്രനും പുത്രിയും ആകുന്നില്ല. കർമ്മങ്ങളും പ്രവർത്തികളുമാണ് അതിനുള്ള യോഗ്യതയ്ക്കുള്ള അളവ് പോൽ. ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന വിശിഷ്യ ആധുനിക കാലഘട്ടം. ഇവിടെയാണ് വഴക്കും വക്കാണവുമല്ല വേണ്ടത്, പരുഷ വാക്കുകളല്ല വേണ്ടത്. തൻ്റെ പതി തിരുമുൽക്കാഴ്ചയില്ലാത്തതിനാൽ ഞാനെങ്ങനെ പോകും എന്ന് ചോദിക്കുന്നത് ദുരഭിമാന മൂലമാണ്. ഇത് അനുവദിച്ചാൽ തന്റെ സന്തതികൾ വിശപ്പ് മൂലം മരിക്കും. അതുകൊണ്ട് തന്റെ പതിക്കുള്ള മാനം താൻ തൽക്കാലം ഉപേക്ഷിക്കാം. താനൊരു വിപ്രന്റെ പത്നിയാണ്, മറ്റുള്ള പരിസര വീടുകളിൽ പോയി യാചിക്കരുത് എന്ന് അന്ന് വരെ ഉണ്ടായിരുന്ന സർവ്വ കണക്കുകൂട്ടലിലെയും ആ അമ്മ വലിച്ചെറിഞ്ഞുകൊണ്ട് തന്റെ സന്തതികളുടെ വിശപ്പിന് പരിഹാരം കണ്ടെത്തണം. മാധവ സവിധത്തിലേക്ക് തന്റെ പതിയെ എത്തിക്കണം. അതുമല്ല എങ്കിൽ തന്റെ പതിയുടെ മടിയെയും ആലസ്യത്തെയും ദുരഭിമാനത്തെയും ഇല്ലായ്മ ചെയ്യണം. അതിന് താൻ തന്നെ ഉണർന്നു പ്രവർത്തിക്കണം എന്ന ബോധവതിയായ ആ അമ്മ ചിന്തിക്കുകയും അതിന്റെ പരിണിത ഫലമായി തൊട്ടരികിലുള്ള 4 ഭവനങ്ങളിൽ പോയി ഇരക്കുകയാണ്, യാചിക്കുകയാണ്, ഭിക്ഷയെടുക്കുകയാണ്. അവിടെ നിന്ന് ലഭിച്ച വിഭവം അവിലാക്കി ഒരു കിഴിയിൽ കെട്ടി തന്റെ പതിയിലേക്ക് കൊടുക്കുന്നതോടുകൂടി ഇനിയും പോവാതിരിക്കുന്നത് ശരിയാകില്ല. ഒരുപക്ഷെ ധർമ്മപത്നി ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. തന്നെയുമല്ല, ഇതൊരു നിമിത്തമായി കണ്ടുകൊണ്ട് മാധവനെ ഒന്ന് ദർശിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് സുധാമാവ് മാധവ സവിധത്തിലേക്ക് പോകുന്നു. ഭഗവാന്റെ കൊട്ടാരവാതിൽ എത്തുമ്പോൾ ഭഗവാനെ അന്വേഷിച്ചു പോലും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. സച്ചിദാനന്ദ സ്വരൂപനായ നാരായണ, നിന്നെ ഞാൻ എങ്ങനെ കണ്ടെത്തുമെന്ന് ചിന്തിച്ച മാത്രയിൽ തന്നെ ദാ എത്തുന്നു. ശരീരത്തിനും മനസ്സിനും സമവിധമായ കുളിർമയെ പ്രദാനം ചെയ്തുകൊണ്ട് ചന്ദനത്തിന്റെയും തുളസിയുടെയും ദിവ്യമായ എണ്ണമൊഴുക്കിക്കൊണ്ട് ഓടിയെത്തുന്നു സ്നേഹസ്വരൂപനായ ഭഗവാൻ. വിയർപ്പാൽ മണ്ണാൽ മലീമസനായി നിന്ന സുധാമാവിനെ തന്റെ മാറോട് ചേർത്ത് ഭഗവാൻ പുൽകിപ്പിടർന്നു. സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ തന്റെ തൃക്കരങ്ങളാൽ സുധാമാവിന്റെ പാദങ്ങൾ കഴുകിയ തീർത്ഥം ശിരസിൽ ധരിക്കുന്നു. പിന്നെയോ അവിടുത്തെ തൃക്കരങ്ങളാൽ തങ്കത്തടികയിൽ സുധാമാവിനെ ഊട്ടുന്നു. എന്തായിരിക്കും ഇതിന് കാരണം? സുധാമാവ് പോലും അത്ഭുതപ്പെടുന്നു. നിസ്സംശയം പറയാ, സുധാമാവിന്റെ മാത്രം പ്രാർത്ഥനയും സമർപ്പണവും അല്ല. കാരണം സുധാമാവ് തന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയ ആ നിമിഷം മുതൽ സാധുവായ നിർമ്മലയായ ആ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നിരിക്കാം. ഭക്തവത്സലനായ ഭഗവാനെ, എന്റെ പതി ദുരഭിമാനത്തിന്റെ ഉടമയാണ്,
അങ്ങയുടെ അരികിലേക്ക് എത്താതെ ഒരുപക്ഷെ മുടന്ത ന്യായം പറഞ്ഞ് മടങ്ങി പോന്നേക്കാം. ഭഗവാനെ അതിന് അനുവദിക്കരുത്. എന്റെ പതിയെ ഏത് വിദ്യയിലെയും അങ്ങയുടെ ശരീരത്തിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ തൊട്ടരികിലുള്ള ഭവനങ്ങളിൽ പോയി യാചിച്ച് ഭിക്ഷയെടുത്ത് വാങ്ങിയ വിഭവമാണ് ഭഗവാനെ അങ്ങേക്ക് നിവേദ്യമായി കൊടുത്തയച്ചിരിക്കുന്നത്. അങ്ങേ അത് സ്വീകരിക്കുമോ? അങ്ങേക്കത് നൽകുവാൻ പാടുണ്ടോ എന്ന് പോലും ഈ ഉള്ളവർക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഭഗവാനെ അടിയന് ചെയ്യാൻ കഴിയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഭക്തവത്സല, ഇരുന്ന് വാങ്ങിയ പ്രസാദം അവിടെ നിന്ന് സ്വീകരിക്കണമേ. എന്റെ പതിയെ അനുഗ്രഹിക്കണമേ. എന്റെ സന്തതികളുടെ സർവ്വവിധമായ ദാരിദ്ര്യത്തിനും പരിഹാരം നൽകണമേ. അങ്ങ് മാത്രമേ ഉള്ളൂ ഏകമായ ആശ്രയം. ഭഗവാനെ കൈവിടല്ലേ കൈവിടല്ലേ എന്ന ആ അമ്മയുടെ പ്രാർത്ഥന ആയിരിക്കും ഒരുപക്ഷെ ഭഗവാന്റെ കർണപുടങ്ങളിൽ നിരന്തരം മുഴങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുധാമാവ് വരുന്നോ എന്ന് നോക്കിക്കൊണ്ടായിരുന്നിരിക്കാം ഭഗവാൻ ഇരുന്നത്. കാരണം ഭക്തയുടെ അല്ലെങ്കിൽ ഭക്തന്റെ പ്രാർത്ഥനയിൽ തന്നെ മറക്കുന്നവനല്ലേ ഭക്തവത്സരനായ ജനാർദ്ദനൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ടാണ് തന്നെയാണ് ഭഗവാൻ സുധാമാവിനെ ഇത്രയേറെ ആദരിച്ചുവെങ്കിൽ, സുധാമാവിനെ ഇത്രയേറെ സ്നേഹിച്ചുവെങ്കിൽ, സുധാമാവിനെ ഇത്രയേറെ അനുഗ്രഹിച്ചുവെങ്കിൽ അതിന് പ്രധാന കാരണക്കാരി ആ അമ്മ തന്നെ ആയിരിക്കും, നിസ്സംശയം പറയാം. കാരണം ഏതൊരു പുരുഷന്റെയും ജീവിതം ഉജ്ജ്വലകരമായ തലത്തിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ ചാലകശക്തിയാകുന്നത് ഉത്തമയായ ഒരു സ്ത്രീ ആയിരിക്കും. അതുപോലെ തന്നെ ഏതൊരു പുരുഷന്റെയും ജീവിതം നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നുവെങ്കിൽ അതിന്റെ കാരണവും അധമപ്രവൃത്തിയുടെ ഉടമയായ ഒരു സ്ത്രീ ആയിരിക്കാം. ഇത് അമ്മമാർക്കും ബാധകമാണ്. ഏതൊരമ്മയുടെ അല്ലെങ്കിൽ ഏതൊരു സഹോദരിയുടെ ജീവിതമാണോ ഉത്തമകരമായ തലത്തിലേക്ക് ഉയരുന്നത് അതിന്റെ പിന്നിൽ അച്ഛനായോ സഹോദരനായോ പതിയായോ ഒരു പുരുഷന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ജീവിതം നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നുവെങ്കിൽ അതിന്റെ പിന്നിലും ഒരു പുരുഷന്റെ സാന്നിധ്യം ഉണ്ടാകാം. അതുകൊണ്ട് ഇത് രണ്ടുപേർക്കും ബാധകമാണ്. ഇവിടെ ഭഗവാന്റെ ആതിഥ്യം സ്വീകരിച്ച് പിറ്റേന്നാൾ ഭഗവാൻ സുധാമാവിനെ തന്റെ ഭവനത്തിലേക്ക് യാത്രയാക്കുന്നു. അതിനു മുമ്പ് ചോദിക്കുന്നുണ്ട്, സുധാമാവെ ജീവിതമൊക്കെ ഇങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു അക്ഷരം പറയുന്നില്ല. കാരണം സുഖമാണോ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒന്നും തരാതിരുന്നെങ്കിലോ, ഇനിയും സങ്കടമാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സഹായം ചോദിച്ച് വന്നതാണെന്ന് ഭഗവാൻ തെറ്റിദ്ധരിച്ചെങ്കിലോ, അപ്പോഴും ദുരഭിമാനം അവശേഷിക്കുന്നു സുധാമാവിന്റെ മനസ്സിൽ. അതുപോലെ ഭഗവാൻ പിന്നീട് ഒന്നും ചോദിച്ചില്ല. എന്നാൽ ഭഗവാനിൽ നിന്ന് യാത്ര പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തെരുവിലേക്ക് എത്തുമ്പോഴാണ്, പൊതുനിരത്തിലേക്ക് എത്തുമ്പോഴാണ് സുധാമാവ് ചിന്തിക്കുന്നത്, ഭഗവാനെ നീ എന്നെ പറ്റിച്ചു, ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, എന്തിനാ ഞാൻ ഇവിടേക്ക് വന്നത്? എന്നെ കാത്തിരിക്കുന്ന എന്റെ ധർമ്മവതിയോട് ഞാൻ എന്ത് പരിഹാരം പറയും? എന്ത് പറയും ഞാൻ അവളോട്? എങ്ങനെ ഞാൻ മടക്കും എന്ന് ചിന്തിക്കുന്നു. ഒടുക്കം പോകുവാൻ മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ എന്തും വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് എത്തുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു അവിടുത്തെ രംഗം കണ്ട്. പറഞ്ഞു വന്നത് കഥയാണെങ്കിലും പതി മടിയനാണെങ്കിൽ, അലസനാണെങ്കിൽ, ഒരുപക്ഷെ പത്നി ജോലി ചെയ്തു കൊണ്ടുവരുന്നതിന്റെ ഒരു പങ്ക് പറ്റി അനാവശ്യമായ ദുശീലങ്ങൾക്ക് വശംവദനായി പീഡനവും താടനവും കൊടുക്കുന്ന അനേകം ഭർത്താക്കന്മാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെയൊക്കെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കുവാൻ ശിക്ഷണ നടപടികളോ പരുഷ വാക്കുകളേക്കാൾ ഫലപ്രദമായി മാറുന്നത് സ്നേഹമസൃണമായ സമീപനമാണ്, ബുദ്ധിപരമായ സമീപനമാണ്, പക്വതയാർന്ന സമീപനമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തലത്തിലേക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും മാതൃകയാക്കേണ്ട കഥാപാത്രമാണ് ഈ ക്ഷുക്ഷാമ അല്ലെങ്കിൽ സുമംഗല. അതുകൊണ്ട് ഡിസംബർ 6 നിങ്ങൾ സുധാമാവിനെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ എളിയവന്റെ അഭിപ്രായമാണ്, അപേക്ഷയാണ്, ആ ക്ഷുക്ഷാമയെ അല്ലെങ്കിൽ സുമംഗലയെ മറന്നു പോകരുതേ. ആ അമ്മയെ കൂടി ഒന്ന് സ്മരിക്കണേ. കാരണം പരമേശ്വരൻ ധന്യനാകുന്നത് പരമേശ്വരിയുടെ സാന്നിധ്യത്താലാണ്. അതുപോലെ തന്നെയാണ് സുധാമാവ് ധന്യനായത് സുമംഗലയുടെ അല്ലെങ്കിൽ ക്ഷുക്ഷാമയുടെ സമർപ്പണത്താലാണ്, ആ പക്വതയോടുകൂടിയുള്ള പ്രവർത്തനത്താലാണ്. അതുകൊണ്ട് രണ്ടുപേരെയും നമ്മൾക്ക് ആ പുണ്യദിനത്തിൽ സ്മരിക്കാം. അവർ എപ്രകാരമാണോ ഭഗവാനിൽ നിന്ന് അനുഗ്രഹം നേടി ജീവിതം അഷ്ടൈശ്വര്യങ്ങളോടുകൂടി അനുഭവിച്ചത്, അപ്രകാരം സർവേശ്വര ഞങ്ങളെയും അനുഗ്രഹിച്ച് ഞങ്ങളുടെ കുചേലത്വത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തി കുബേരത്വത്തിലേക്ക് എത്തിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവന്റെ ശതകോടി പ്രണാമം.